ഞങ്ങൾക്ക് പ്രോഗ്രാമിന് വേദി നൽകിയ ജില്ലാ ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, അവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇങ്ങനെ തുടരുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടാവുന്നില്ലേ? നല്ലൊരു കൈയടി തരും. ഇപ്പോൾ ഇവിടെ നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ട് കേട്ടു, ഇനിയും പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് കുറച്ച് സിനിമാ താരങ്ങളെ, സാഹിത്യകാരന്മാരുടെ, രാഷ്ട്രീയക്കാരുടെ ഒക്കെ ശബ്ദാനുകരണമാണ്. അപ്പോൾ അവരുടെ ഫോട്ടോ നമ്മുടെ ഈ സ്ക്രീനിൽ വരും. ആ ഫോട്ടോ വരുന്നതിനനുസരിച്ച് ഞാൻ ആ ശബ്ദാനുകരണം നിർവഹിക്കും. നമുക്ക് ആ വോയിസ് ഇമിറ്റേഷൻ ഫയലിലേക്ക് കടക്കാം. ഹൽ 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 ഓക്കെ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാലോ വളയും. അതിൽ ഓഡിയോ ഉണ്ട് കേട്ടോ, ഓഡിയോ ഔട്ട് കിട്ടുള്ളൂ. ഇത് വളരെ മനോഹരവും പ്രൗഢഗംഭീരവുമായ ഒരു സദസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷത്തിനും ഈ എൻ്റെ കേരളം പരിപാടിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഏറ്റവും നന്നായി ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വക ആശംസകൾ. ഇനി വേറെ ആരുടെയെങ്കിലും ആശംസകളുണ്ടോ എന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല സത്യം. ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചിട്ടതിൽ ഈച്ച മരിച്ചതും പൂച്ച കുടിച്ചതും, ഉച്ച വെയിലങ്ങോ വെള്ളം കുടിക്കാൻ പെട്ടെന്ന് പോയി തിരികെ വരുന്നതും കുഞ്ഞേടൊത്തി. എന്നെ പറ്റി എന്താ പറഞ്ഞേ? തല്ലയോ? നിന്നെ കണ്ട എന്റെ തല്ലിയെന്ന് തോന്നില്ലടി, അമ്പടി കയറി പാവ ദേവികീന്ന് നെഞ്ചത്ത് നീ കുതിരയല്ലടി. മോഹൻ എന്നോട് എന്ത് തെറ്റടി ചെയ്ത് നിന്നെ ഞാൻ തോളാൻ. കുച്ചിപ്പുടിയുണ്ട്, ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്. ചില കലോത്സവങ്ങൾ നടക്കുമ്പോഴേ സമ്മാനം കിട്ടാത്ത കുട്ടികളുടെ പേരൻസിന്റെ കരാട്ടയുണ്ട്, കുംഫു ഉണ്ട്, കളരിയുണ്ട്. ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന കേട്ടിട്ട് വന്നതാ. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കുറച്ച് കുമ്പളങ്ങ വെക്കാനുണ്ട്. ശേഖരന് വേണാവോ? കായലിൽ കിനാവ് കണ്ട് പായുമാ പായൽ മാലയിട്ട കൊപ്ലിമീന് പൂനിലാവല വിരിച്ചിണക്കുവാൻ മറ്റൊരുത്തിലും. ഒരു കാര്യം എന്നോട് ചോദിക്കാനുള്ളത് എന്നോട് ചോദിക്കുക, അല്ലാതെ പഴയ കാര്യങ്ങൾ ചരിത്രമൊക്കെ പറഞ്ഞ് എൻ്റെ പേര് ആരും കുതിര കയറാൻ വരുന്നില്ല. അപ്പൊ ഈ സുഖമുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരുടെ ഭാഗത്തുനിന്നുണ്ടാവും? മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവർ. മാണിക്യമന്ദിരത്ത് മാധവമേനോനാ പറയുന്നത്. അക്ഷരങ്ങൾ അച്ചടിച്ചു വെച്ച പുസ്തകത്താളുകളിൽ നിന്നും താങ്കൾ പഠിച്ചു മനസ്സിലാക്കിയ ഡയലോഗല്ലേ യഥാർത്ഥ ജീവിതം. അതറിയണമെങ്കിൽ സെൻസ് ഉണ്ടാകണം, സെൻസിബിലിറ്റി ഉണ്ടാകണം. അതുമല്ലെങ്കിൽ തലയ്ക്ക് കുറച്ച് ഭ്രാന്തെങ്കിലും ഉണ്ടാവണം. മാധവൻ, നിനക്കെന്നെ അറിയില്ല, ശരിക്കും അറിയില്ല. മനസ്സുകൊണ്ട് നീ എനിക്ക് പഴമഞ്ഞില്ല. ബ്രഹ്മാവുള്ളിടത്ത് ആയുസിലെന്താണോ പഞ്ഞം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അവസാനമായി അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, എങ്ങനെ വിലയിരുത്തുന്നു ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ? എന്താണ് താങ്കളുടെ അഭിപ്രായം അഡ്വക്കേറ്റ് ജയശങ്കർ? അല്ല, അതിപ്പോ അവരുടെ അഭിപ്രായത്തെ കുറിച്ച് വെച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം അത് അവരുടെ അഭിപ്രായമാണ്. എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായം ഞാൻ പിന്നെ പറയാം. ഇവിടെ പല പ്രശ്നം. ഈ മധു എന്താ പറഞ്ഞേ? അതല്ല പ്രശ്നം. നരേന്ദ്രപ്രസാദ് എന്താ പറഞ്ഞ? അതുമല്ല പ്രശ്നം. പിന്നെ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല, അതാണ് പ്രശ്നം. Maybe we are poor, coolies, trolley pullers, but we are not beggars. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് നിങ്ങളെയും ഇഷ്ടമാണ്. താങ്ക് യു വെരി മച്ച്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നടൻ